മേജർ ആർച്ച് ബിഷപ്പിനെയും വത്തിക്കാൻ പ്രതിനിധിയെപ്പോലും അവഹേളിക്കാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് ചിന്തിക്കുന്ന അഹങ്കാരം തലയ്ക്കുപിടിച്ച് സ്വന്തം രൂപതയുടെ അതിർത്തി വിട്ട് മറ്റു രൂപതാതിർത്തികളിലേക്ക് പിശാചിന്റെ ആയുധമായ വിഭാഗീയതയുടെ വിത്ത് വിതയ്ക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് എറണാകുളത്തെ വിമതർക്ക് മുന്നറിയിപ്പ് നൽകി കാഞ്ഞിരപ്പള്ളി രൂപതയിലെ സീനിയർ വൈദികൻ. എറണാകുളമല്ല കാഞ്ഞിരപ്പള്ളി എന്ന് ഓർക്കണമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ ചൂണ്ടിക്കാട്ടുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കുരിശിന്റെ വഴി നിരോധിച്ചുവെന്ന് എറണാകുളത്തെ വിമതർ ദുരുദ്ദേശത്തോടെ അഴിച്ചുവിട്ട ആരോപണത്തിന്റെ മുനയൊടിച്ച് മുതുപ്ലാക്കലച്ചൻ ഇങ്ങനെ തുറന്നടിക്കുന്നു. പ്രാർത്ഥനയും വിശുദ്ധ ചിന്തകളും നിറഞ്ഞു നിൽക്കേണ്ട ഈ വിശുദ്ധവാരത്തിൽ അതിന് യോജിക്കാത്ത ഈ വാക്കുകൾ കുറിക്കുന്നത് പലവട്ടം ചിന്തിച്ചിട്ടാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിശുദ്ധവാര ശുശ്രൂഷകളെക്കുറിച്ച് രൂപതയിലെ വൈദികർക്ക് നൽകപ്പെട്ട ചില നിർദ്ദേശങ്ങളെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വക്രമായി വ്യാഖ്യാനിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പാഷാണത്തിൽ കൃമിയുടെ വീഡിയോ സന്ദേശം കാണാനിടയായി. കള്ളത്തരങ്ങളുടെയും വക്രബുദ്ധിയുടെയും അവതാരമായ അയാളുടെ വാക്കുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞെങ്കിലും പതിവ് പോലെ ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മറ്റു ചില ഓൺലൈൻ പോരാളികൾ ആ വക്രീകരിച്ച വാർത്തയെ കൂടുതൽ വിശദീകരിച്ച് സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഈ വിശുദ്ധ നാളിലും ഇങ്ങനെയൊരു കുറിപ്പെഴുതാൻ തീരുമാനിച്ചത്. കള്ളങ്ങളെ സത്യങ്ങളായി അവതരിപ്പിക്കാൻ അസൂയാർഹമായ കഴിവും വിഭാഗീയതയെ പോറ്റി വളർത്തുന്ന പൈശാചിക മനസ്സുള്ള ആ മനുഷ്യൻ അന്തോനീസ് പുണ്യാളന്റെ പേരുള്ള ഒരു മനുഷ്യന്റെ സന്താനമാണെന്നുള്ളതാണ് നിർഭാഗ്യകരം. എറണാകുളം അതിരൂപതയെയും അവിടുത്തെ മിക്ക വൈദികരെയും തന്റെ ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുന്ന കള്ളങ്ങളുടെ വ്യാപാരിയായ ഇയാൾ എറണാകുളം രൂപതയെ ഒരു വഴിയാക്കിയിട്ട് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലേക്കാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിശുദ്ധവാര ആചരണവുമായി ബന്ധപ്പെട്ട് രൂപതയിലെ വൈദികർക്ക് നൽകപ്പെട്ട നിർദ്ദേശങ്ങളെ അയാൾ തന്റെ വികല മനസ്സുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ശൈലി ശ്രദ്ധിച്ചാൽ മാത്രം മതി എറണാകുളം അതിരൂപത കുളമായതിന്റെ കാരണം മനസ്സിലാക്കാൻ. കാഞ്ഞിരപ്പള്ളി മെത്രാൻ സിനഡിനെ ധിഖരിച്ച് വിശുദ്ധവാരവുമായി ബന്ധപ്പെട്ട സഭയുടെ ചില അനുഷ്ഠാനങ്ങളെ വിലക്കിയിരിക്കുന്നുവെന്ന അയാളുടെ നിലവിളി വേശ്യയുടെ ചാരിത്രപ്രസംഗം പോലെ അറപ്പുളവാക്കുന്നതാണ്. കാരണം സിനഡിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാതിരിക്കുകയും അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിനനുവദിക്കാതെയും കലാപമുണ്ടാക്കുന്നവരുടെ നേതാവാണല്ലോ ഈ നിലവിളിക്കുന്നത്. ഇനി അയാളുടെ ആരോപണങ്ങളിലേക്ക് കടന്നാൽ അതിന്റെ കാതൽ വിശുദ്ധവാര കർമ്മങ്ങളിൽ സിനഡ് നൽകിയിരിക്കുന്ന ചില ഒഴിവുകളും സാധ്യതകളും കാഞ്ഞിരപ്പള്ളിയിൽ ഉപയോഗിക്കേണ്ട എന്ന് മെത്രാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നുവെന്നതാണല്ലോ. കൂടാതെ കുരിശിന്റെ വഴി നിരോധിച്ചെന്നും. ഇയാളുടെ ആരോപണത്തിലെ അസംബന്ധം മനസ്സിലാകണമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സഭയിൽ തന്നെ പല കർമ്മങ്ങൾക്കും വ്യത്യസ്തമായ രീതി പിന്തുടരാനുള്ള അനുവാദം സഭ നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. സീറോ മലബാർ സഭയിലെ എല്ലാ ആരാധനക്രമ പ്രതിസന്ധികൾക്കും ചരിത്രപരമായ അടിസ്ഥാനമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സങ്കീർണമായ ആ പ്രതിസന്ധികളെ വളരെ ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ 3 നൂറ്റാണ്ടുകൾ ലത്തീൻ സഭയുടെ ഭരണത്തിൻ കീഴിലായിരുന്ന സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിലും ദൈവശാസ്ത്രത്തിലുമെല്ലാം സ്വാഭാവികമായും അസ്വാഭാവികമായും കടന്നുകൂടിയ ലത്തീൻ ദൈവശാസ്ത്ര ഘടകങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിലും മാർപ്പാപ്പമാരുടെ നിരന്തരമായ ആഹ്വാനങ്ങളുടെ പശ്ചാത്തലത്തിലും സഭയുടെ നഷ്ടപ്പെട്ട ആരാധനാക്രമ വ്യക്തിത്വം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് പതിറ്റാണ്ടുകളായി സഭ. എന്നാൽ പല കാരണങ്ങളാലും ഈ പുനരുദ്ധാരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗം സഭയിലുണ്ട്. അവരെ കൂടി ഉൾക്കൊള്ളുന്നതിനാണ് ആരാധനാക്രമാനുഷ്ഠാനങ്ങളിൽ പലപ്പോഴും പല ഒഴിവുകളും ഐശ്ചികങ്ങളും സഭ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഐശ്ചികങ്ങളും ഒഴിവുകളും നിർബന്ധമായും എല്ലാവരും ചെയ്തിരിക്കണമെന്ന മണ്ടൻ ചിന്തയിൽ നിന്നാണ് മേൽപ്പറഞ്ഞ വിദ്വാൻ ഇങ്ങനെ ആവേശത്തോടെ മണ്ടത്തരങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പീഡാനുഭവ വെള്ളിയിലെ പീഡാനുഭവ ചരിത്ര വായനയും വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ചുമുള്ള നിർദ്ദേശം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അടുത്ത ആരോപണം കുരിശിന്റെ വഴി നിരോധിച്ചിരിക്കുന്നു എന്നതാണ്. അക്കാര്യത്തിൽ വക്രബുദ്ധി മാത്രം തലയിലുള്ളവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് രൂപതയിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളിലെ വാക്യഘടന. എന്നാൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികർക്ക് രൂപതയിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളെ ചില വാക്കുകളിൽ പിടിച്ച് വളച്ചൊടിക്കാൻ ഇയാൾക്കാരാണ് അധികാരം നൽകിയിരിക്കുന്നത്? ആ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഏതെങ്കിലും അച്ഛന് ആശയക്കുഴപ്പമുണ്ടായാൽ അത് പരിഹരിക്കാൻ രൂപതയിൽ തന്നെ സംവിധാനമുണ്ട്. വിശുദ്ധവാര കർമ്മങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ കഴുതയെയും വേഷം കെട്ടിയാടുന്ന പടയാളികളെയും ഈശോയെയും മറ്റു കഥാപാത്രങ്ങളെയുമെല്ലാം നിരത്തിലിറക്കി ആരാധനാക്രമത്തിന്റെ ആചരണവും
കുരിശിന്റെ വഴി പോലെയുള്ള ഭക്താനുഷ്ഠാനങ്ങളും വെറും നാടക പ്രദർശനമാക്കി മാറ്റുന്നത് ഉചിതമല്ലെന്നുള്ള മുന്നറിയിപ്പായിട്ടാണ് ആ നിർദ്ദേശങ്ങൾ വായിക്കുന്ന സാമാന്യ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലാകുന്നത്. സഭയെക്കുറിച്ചും ആരാധനാക്രമത്തെക്കുറിച്ചും വികലവും വെറും ലൗകികവുമായ കാഴ്ചപ്പാടുകൾ ഉള്ളിൽ സൂക്ഷിക്കുകയും എന്നാൽ ആരാധനാക്രമ പണ്ഡിതനെന്ന് ഭാവിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ദുരന്ത ജന്മങ്ങളാണ് സഭയിലെ ഇന്നത്തെ പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം. ഏതായാലും കാഞ്ഞിരപ്പള്ളിയും മറ്റു രൂപതകളിലും യഥാസമയം നൽകപ്പെടുന്ന ആരാധനാക്രമ സംബന്ധമായ പഠനങ്ങളും നിർദ്ദേശങ്ങളും കാണുമ്പോൾ അത് തങ്ങളുടെ രൂപതയിൽ നിന്ന് ലഭിക്കാത്ത പലർക്കും അസ്വസ്ഥതയുണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെയുള്ളവർ അയൽവക്കത്ത് നോക്കി ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുമെന്നതും തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ മേജർ ആർച്ച് ബിഷപ്പിനെയും വത്തിക്കാൻ പ്രതിനിധിയെപ്പോലും അവഹേളിക്കാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് ചിന്തിക്കുന്ന അഹങ്കാരം തലയ്ക്കു പിടിച്ച് സ്വന്തം രൂപതയുടെ അതിർത്തി വിട്ട് മറ്റ് രൂപത അതിർത്തികളിലേക്ക് പിശാചിന്റെ ആയുധമായ വിഭാഗീയതയുടെ വിത്ത് വിതയ്ക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് മാത്രം ഓർക്കുക. കാരണം എറണാകുളമല്ല കാഞ്ഞിരപ്പള്ളി എന്ന് ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ മുന്നറിയിപ്പ് നൽകുന്നു.